ഹായ്, എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു യാത്ര, നമ്മൾ ഡൽഹിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഡൽഹിയിലേക്ക് മാത്രമല്ല, അവിടെ നിന്നൊരു പഞ്ചാബിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഷോട്ടുകളാണ്, എൻ്റെ മൊബൈലെടുത്തുള്ള ഷോട്ടുകൾ ഒന്നൊന്നായി കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. പഞ്ചാബിലേക്കുള്ളൊരു യാത്രയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം കുംഭമേളയോട് ബന്ധപ്പെട്ടിട്ട് ഈ പ്ലാറ്റ്ഫോമിലാണ് തിക്കും തിരക്കിന് പെട്ട് 35ഓളം ഭക്തർ മരണമടഞ്ഞത്. ഞാനിവിടെ നിന്ന് പഞ്ചാബിലേക്കാണ് പോകുന്നത്. സാനി പഞ്ചാബ് അമൃത്സറിലേക്കുള്ളൊരു ട്രെയിനാണിത്. ഇതിൽ പഞ്ചാബിലെ ഒരു ചെറിയൊരു സിറ്റിയിലേക്കാണ് യാത്ര. ഇപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ 6 മണിക്ക്, രാവിലെ 6 മണിക്കുള്ള ട്രെയിനാണിത്. ഇത് പഞ്ചാബിലെ സുവർണക്ഷേത്രം അല്ലെങ്കിൽ അമൃത്സർ വരെയാണ് ട്രെയിനുള്ളത്. കുറേയേറെ സിഖ് ഡിവോട്ടീസ് അവരെ ടെമ്പിളായ സുവർണക്ഷേത്രത്തിലെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് കൂടുതലും ഈ ട്രെയിനിൽ കാണപ്പെടുക. എന്തായാലും ട്രെയിനിൽ കയറട്ടെ. പഞ്ചാബിൽ ഞാൻ താമസിക്കുന്ന ഒരു ചെറിയ ലോഡ്ജാണ് കേട്ടത്. ചെറിയ ലോഡ്ജ് അത്ര മോശമല്ല. നല്ല കാണാൻ മനോഹരമായിട്ടുള്ള ലോണും അതുപോലെ ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വലിയ കെട്ടിടമൊക്കെയുള്ള ഒരു ലോഡ്ജാണ്. ഇന്ന് മുഴുവനായിട്ടും ഇവിടെ തന്നെയാണ്. രാവിലെ ഒരു ചെറിയൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിന് ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. ഇത് ഹൈവേ ആണ് കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ നടന്നു പോയാൽ ഹൈവേ. മനോഹരമായിട്ടുള്ള ഒരു ലോഡ്ജ് തന്നെയാണ്. തൊട്ടടുത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പും ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള അനവധിയായിട്ടുള്ള ലോഡ്ജുകളും ഹോട്ടൽസൊക്കെ ഉണ്ട്, ധാബകളൊക്കെ ഉണ്ട്. ഹൈവേ ആണിത്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ രാവിലത്തെ കാഴ്ചയാണ്. ഇപ്പം 10 ആണ് കേട്ടോ. ടെമ്പറേച്ചർ 10 ആണ്. PB ആണ് ഇവിടെ കേട്ടോ.
പഞ്ചാബിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ വയലുകളാണ് കംപ്ലീറ്റ്. എവിടെ നോക്കിയാലും ട്രെയിൻ വരുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള നീണ്ടു കിടക്കുന്ന വയലുകളാണ്. അപ്പോൾ ഈ വയലുകളിൽ മിക്കവാറും കണ്ടുവരുന്നത് ഗോതമ്പ് കൃഷിയാണ്. നെൽകൃഷി ഉണ്ടെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഗോതമ്പ് കൃഷിയാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പ് കൃഷിയിട്ട് ചെറിയൊരു വയൽ നമുക്കിവിടെ കാണാം. ഇത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ളതാണ് കേട്ടോ. ട്രെയിനിലേക്കും വരുമ്പോൾ നമുക്ക് കാണുന്നത് രണ്ട് സൈഡിലും കണ്ണെത്താത്ത ദൂരത്തിലുള്ള വയലോരകളാണ് കേട്ടോ. ഇത് ഗോതമ്പിൻ്റെ ചെറിയൊരു കൃഷി ഇടമാണ്. ഞാൻ കുറച്ചും കൂടി അടുത്ത് കാണത്തക്ക രീതിയിൽ ഗോതമ്പ് കൃഷി കാണിക്കാം കേട്ടോ. കുറച്ചും കൂടി അടുത്ത് വന്നിട്ട് സൂം ചെയ്തിട്ട് ഗോതമ്പ് കൃഷി എന്താണെന്ന് കാണാം. നമ്മൾ പല ആൾക്കാരും, കേരളത്തിലെ ആൾക്കാർ യാത്ര ചെയ്യാത്തവരൊന്നും കണ്ടിട്ട് കാണില്ല. ഇതാണ് വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് കൃഷിയാണിത്. ഒന്നുകൂടി സൂം ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതാണ് ഗോതമ്പ് കൃഷി അല്ലെങ്കിൽ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ്. ഡൽഹി അമൃത്സർ ഹൈവേ ആണ് മുകളിൽ കൂടെ പോണത്. ഇത് വേറൊരു സെൻറ്ററാണ്. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അങ്ങോട്ടുള്ള നടത്താണ്. വണ്ടി 6:16-നാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് കണ്ട് പതുക്കെ പോവാം. സമയമായിട്ടില്ല. ഇതൊക്കെ പഞ്ചാബിലെ ചെറിയ ചെറിയ നഗരങ്ങളാണ്. പൊടിയാണ് ഇവിടെ കംപ്ലീറ്റ്. വണ്ടികൾ പോകുമ്പോൾ പൊടിയാണ്. കോൾഡ് കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടാ. ഒരു കറക്കം കറങ്ങിയിട്ട് തിരിച്ചെത്തി. രാത്രി 11 മണിക്ക് ശേഷമുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഭയങ്കര തണവുണ്ട്. കിടന്നു വിറച്ചുകൊണ്ടിരിക്കുക. സംസാരിക്കാനും പറ്റില്ല. നല്ല തിരക്കാണ്. ഇതിപ്പോൾ ഒഴിഞ്ഞ അജ്മീർ ഗേറ്റിലേക്കാണ് പോണത്. തിരക്ക് കുറഞ്ഞ ഭാഗമാണ്. ഇതുവരെ നല്ല തിരക്കാണ്. അയ്യോ, മെട്രോ സ്റ്റേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനാണ് അങ്ങേ ഭാഗം. ഇത് അവിടേക്കുള്ള ഫ്ലൈ ഓവറാണ്. എന്തായാലും കഴിക്കണം. 11:15 അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസത്തെ യാത്രയൊക്കെ അവസാനിച്ച് തിരിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. പോയ കാര്യങ്ങളൊക്കെ ശുഭമായി. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.